ദാരിദ്ര്യം, രോഗദുരിതങ്ങൾ തുടങ്ങിയ കഷ്ടപ്പാടുകൾക്ക് ശമനം നൽകുന്ന ഏകാദശി വ്രതമാണ് യോഗിനി ഏകാദശി അനുഷ്ഠാനം. മിഥുനമാസം കറുത്ത പക്ഷത്തിൽ ആചരിക്കുന്ന ഈ വ്രതത്തോടൊപ്പം അന്നദാനം നടത്തുന്നത് ശ്രേഷ്ഠകരവും വേഗം ഫലസിദ്ധി ലഭിക്കുന്നതിന് നല്ലതുമാണ്. കുടുംബ ഐശ്വര്യത്തിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന ദശമി, ഏകാദശി, ദ്വാദശി തിഥികളിലായി നീണ്ടുകിടക്കുന്ന ഈ വ്രതം ഇഹലോകത്ത് എല്ലാവിധ ലൗകിക സുഖങ്ങളും പരലോകത്ത് മോക്ഷവും സമ്മാനിക്കും. 2026 ജൂലൈ 11 ശനിയാഴ്ചയാണ് യോഗിനി ഏകാദശി. ജൂലൈ 10 ദശമി നാളിൽ ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം. ഏകാദശി ഒരിക്കൽ 2026 ജൂലൈ 11 ശനി. ഏകാദശി വ്രതം 2026 ജൂലൈ 11. ഹരിവാസരം 2026 ജൂലൈ 11 പുലർന്ന് 12:06 മണി പകൽ 10:33 മണി വരെ. പാരണ സമയം, വ്രതം വീടുന്ന സമയം 2026 ജൂലൈ 11 ശനി പകൽ 1:52 മുതൽ 4:32 വരെ. ഏകാദശി തിഥി ആരംഭം 2026 ജൂലൈ 10 വെള്ളി രാവിലെ 8:17. ഏകാദശി തിഥി അവസാനം 2026 ജൂലൈ 11 ശനി രാവിലെ 5:23. വ്രതാനുഷ്ഠാനം. ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂടെ പാടുള്ളൂ. അന്ന് അരിയാഹാരം ഒരിക്കൽ മാത്രമാണെന്നാണ് വിധി. ചിലർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞി, പായസം, പഴം, പുഴുക്ക് അങ്ങനെ അന്നേ ദിവസം മൃഷ്ടാന ഭോജനം നടത്താറുണ്ട്. ഇത് പാടില്ല. മലയാളികളുടെ മുഖ്യ ഭക്ഷണം അരിയായതിനാലാണ് ഒരു നേരം അരിയാഹാരമെന്ന നിഷ്കർഷത തന്നെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു നേരം മാത്രം ഭക്ഷണം എന്നാണ് വിധി. അന്ന് എണ്ണ തേച്ച് കുളിക്കരുത്, ബ്രഹ്മചര്യം പാലിക്കണം, ലഹരി, താമ്പൂലതാദികൾ എന്നിവ പാടില്ല. മൗനവ്രതം ആചരിക്കുന്നത് നല്ലതാണ്. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. പൂർണ്ണ ഉപവാസം കഴിയാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ ഉപയോഗിക്കാം. ഹരിവാസരവേള. ഏകാദശിയുടെ അവസാന 15 നാഴികയും ദ്വാദശിയുടെ ആദ്യ 15 നാഴികയും കൂടിയ 30 നാഴിക 12 മണിക്കൂർ സമയത്തെ ഹരിവാസരം എന്നാണ് പറയുക. ഏകാദശി വ്രതത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം. അപ്പോൾ ഭക്ഷണവും ഉറക്കവും പാടില്ല. ഈ സമയത്ത് അഖണ്ഡനാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ്. ഏകാദശി ദിവസം പ്രഭാത സ്നാനത്തിനു ശേഷം വിഷ്ണു ഭഗവാനെ ധ്യാനിക്കണം. മൂലമന്ത്രമായ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, വിഷ്ണു ഗായത്രി, സുദർശന മാലാമന്ത്രം തുടങ്ങിയവ ജപിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനം നടത്തി കഴിവിനൊത്ത വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുക. അന്നേ ദിവസം മുഴുവൻ വിഷ്ണു ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കണം. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, ശതനാമ സ്തോത്രം, അവതാരമൂർത്തികളായ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, വരാഹമൂർത്തി അഷ്ടോത്തരം, ഭഗവത്ഗീത, നാരായണീയം ഇവ ചൊല്ലുന്നത് കേൾക്കുന്നത് ഉത്തമം. തീർത്ഥം സേവിച്ച് പാരണ. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം മലരും ഉണക്കലരിയും തുളസിയിലയും അല്പം ചന്ദനവും ഇട്ട തീർത്ഥം ഭഗവത് സ്മരണയോടെ സേവിച്ച് പാരണ വിടുക. ദ്വാദശി ദിവസം ഒരു നേരത്തെ ഭക്ഷണമാണ് ഉത്തമം. കഴിയാത്തവർക്ക് പതിവ് ഭക്ഷണം കഴിക്കാം. ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരില്ല. വിഷ്ണുപ്രീതിക്കും അതിലൂടെ മോക്ഷത്തിനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടെയും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കൂ. ജാതകവശാൽ വ്യാഴം അനുകൂലം അല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതം ഉത്തമമാണ്. ഇവർ സുദർശന മാലാമന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. തുളസി പ്രദക്ഷിണം. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസി തലയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നന്ന്. തുളസിക്ക് ചുറ്റും 3 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. ധനീശ്വരനായ കുബേരന്റെ ആസ്ഥാന മന്ദിരമാണ് അളകാപുരി. ഹേമൻ എന്നയാളായിരുന്നു അവിടുത്തെ തോട്ടക്കാരൻ. അയാൾ ദിവസവും മാനസ സരസിൽ നിന്നും ശിവപൂജയ്ക്ക് പുഷ്പങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒരു നാൾ ഭാര്യയുടെ കൂടെയായിരുന്നതിനാൽ പൂജയ്ക്ക് പുഷ്പങ്ങൾ എത്തിക്കാൻ താമസിച്ചു. അതിനാൽ കുബേരന്റെ ശാപത്താൽ കുഷ്ഠരോഗിയായി. ഹേമൻ മാർക്കണ്ഡേയ മഹർഷിയോട് തന്റെ സങ്കടം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ച് ഹേമൻ യോഗിനി ഏകാദശി അനുഷ്ഠിച്ചു തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം രോഗത്തിൽ നിന്നും മുക്തി നേടാൻ കഴിഞ്ഞു. ഹിന്ദു രക്ഷാ